ഉയർപ്പിൻ്റെ 3 നിരകൾ, അതിനെക്കുറിച്ച് നമുക്കൊന്ന് വായിക്കാം. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 22. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. അതായത് നാം മരിക്കുന്നതിൻ്റെ റീസൺ എന്താണെന്നറിയാമോ? ആദാമിൻ്റെ പാപമാണ്. അത് ആദാമിലൂടെ നമുക്ക് കിട്ടി. ആ ഒരു തലമുറയിൽ നിന്ന്, ആ ഒരു പാരമ്പര്യത്തിൽ നിന്ന് നാം ക്രിസ്തുവിലേക്ക് മാറുകയാണ്. ജനറേഷൻ മാറുകയാണ്, കുടുംബം മാറുകയാണ്, വംശം മാറുകയാണ്, ജനസ് മാറുകയാണ്. ഞാൻ ക്രിസ്തുവിലാണ്. ആദാമിൻ്റെ വകയായിട്ട് എനിക്ക് കിട്ടിയത് പാപവും ശാപവും മരണവുമാണ്. ക്രിസ്തുവിൻ്റെ വകയായിട്ട് എനിക്ക് കിട്ടിയത് പുനരുദ്ധാനമാണ്, ഉയർപ്പാണ്. ആദാമിൽ എല്ലാവരും മരിക്കുന്നത് പോലെ ക്രിസ്തുവിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടുന്നു. പക്ഷെ വ്യത്യാസമുണ്ട്. ഓരോരുത്തരും താൻ്റെ നിരയിൽ അത്ര. അപ്പോൾ എല്ലാവരും ഉയർക്കുമോ? എല്ലാവരും ഉയർക്കും. എല്ലാവരും, അതെ. പാപികളും, അതെ. ആദാമിലൂടെ മരണം കിട്ടി, ക്രിസ്തുവിലൂടെ ഉയർപ്പ് കിട്ടും. പക്ഷെ 3 ലെവലിലാണ്. 1, ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, അവൻ്റെ വരവെങ്കിൽ, പിന്നെ അവസാനം. ഇതാണ് 3 1 ക്രിസ്തുവിൻ്റെ ഉയർപ്പ്, 2 ക്രിസ്തുവിനുള്ളവരുടെ അഥവാ ക്രിസ്തുവിനും ഉള്ളവരുടെ ഉയർപ്പ് എന്ന് പറഞ്ഞാൽ ഇൻ ക്രൈസ്റ്റ് ആൻഡ് ഫോർ ക്രൈസ്റ്റ്. ക്രിസ്തുവിലുള്ളവർ, കർത്താവിൻ്റെ വക, അവരാണ് 2ാമത്തെ ഉയർപ്പ്. 3ാമത്തെ ഉയർപ്പ് അവസാനം, പിന്നെ അവസാനത്തെ ഉയർപ്പ്. അപ്പോൾ ക്രിസ്തുവിൻ്റെ ഉയർപ്പ് കഴിഞ്ഞിട്ട് ഇപ്പം 2000 കൊല്ലമായി. പിന്നെ ക്രിസ്തുവിനുള്ളവർ അവൻ്റെ വരവെങ്കിൽ, കർത്താവിൻ്റെ വരവിലാണ് 2ാമത്തെ ഉയർപ്പ്. കർത്താവിൻ്റെ വരവ് ഇന്നോ നാളെയോ ഒക്കെ സംഭവിക്കാം. നാളുകളായിട്ട് സഭ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, അത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ആമേൻ കർത്താവേ വരണമേ എന്ന് ഓരോ മീറ്റിങ്ങിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ സ്തോത്രം പറയുന്നു. കർത്താവ് മടങ്ങി വരുമ്പോൾ വിശുദ്ധ സഭ, കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധന്മാർ ഉയർത്തെഴുന്നേൽക്കും. ആ പുനരുദ്ധാനത്തിൽ നിങ്ങൾ പങ്കുള്ളവരാകണം. ഒടുവിലൊരു പുനരുദ്ധാനമുണ്ട്, അതിലേക്ക് കാത്തു നിൽക്കരുതേ. അതിനെക്കുറിച്ച് ഞാൻ പറയാം അടുത്ത ദിവസം. ഈ 2ാമത്തേതിൽ നമുക്ക് പോകണം. ഈ 2ാമത്തേതിനെ കുറിച്ച് വിശദമായിട്ട് പറയാം. ഇത് 5 മിനിറ്റിൻ്റെ ഒരു ചിന്തയായതുകൊണ്ട് മുഴുവനും കൂടി ഒരു ദിവസം പറയാൻ പറ്റത്തില്ലല്ലോ. 1ാമത്തെ പുനരുദ്ധാനം ക്രിസ്തുവിൻ്റേത്. അതാണ് അരുവിത്തായിലെ കല്ലറ തുറന്നു കിടന്നുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു 1.5 ലക്ഷം രൂപ മുടക്കാമെങ്കിൽ നിങ്ങൾക്ക് പോയി കാണാം ക്രിസ്തുവിൻ്റെ കല്ലറ. 2ാമത്തെ നിര, സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് റിസറക്ഷൻ, കർത്താവിൻ്റെ വരവിങ്കൽ സംഭവിക്കും. അന്ന് ഉയർക്കുന്നത് കർത്താവിനുള്ളവർ, കർത്താവിൻ്റെ പ്രോപ്പർട്ടി. കർത്താവിൻ്റെ വകയെന്ന് പറഞ്ഞാൽ എന്താണ്? ഞാനൊരു നായ്ക്കുട്ടിയെ മേടിച്ചുകൊണ്ട് വന്നാൽ എനിക്ക് എന്ത് വിലപ്പെട്ടതാണെന്നറിയാം. എൻ്റെ ഒരു സഹോദരൻ ഈ ആഴ്ച എന്നോട് പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഒരു നായ്ക്കുട്ടിയുടെ ഒരാൾ കാർ ഇടിപ്പിച്ചു കൊന്നു. അദ്ദേഹം പോയി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈൻറ്റ് കൊടുത്തു. കാരണം അദ്ദേഹത്തിന് അത് അത്ര വലുതാണ്. മറ്റൊരു സഹോദരിയുടെ നായ്ക്കുട്ടി മരിച്ചിട്ട് 2 ആഴ്ച അവർ ദുഃഖിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ എൻ്റെ നായ്ക്കുട്ടി എനിക്ക് ഇത്രയും വലുതാണെങ്കിൽ കർത്താവിൻ്റെ രക്തത്താൽ സമ്പാദിച്ച സഭ കർത്താവിന് എത്ര വലുതാണ്.
അവരാണ് ഈ സെക്കൻഡ് ചാൻസിൽ ഉയർക്കുന്നത്, സെക്കൻഡ് ഗ്രൂപ്പിൽ ഉയർക്കുന്നത്. നിങ്ങൾ കർത്താവിൻ്റെ വകയാണ് എന്ന് പറയാമോ? നിങ്ങൾ ആരുടെ വകയെ ശരിക്കും? ചിന്തിക്കുക, ധ്യാനിക്കുക. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ സന്ദേശങ്ങൾ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കുവാൻ പവർ വിഷൻ ടിവിയുടെ സാമൂഹിക മാധ്യമങ്ങൾ സന്ദർശിക്കുക.